ഹലോ, വെൽക്കം ടു നോ ലിമിറ്റ്സ്. ഇന്ന് നമുക്ക് ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഒരു 2 പീസ് നെയ്മീൻ അല്ലെങ്കിൽ അയക്കൂറ എന്നും പറയും കേട്ടോ, അതെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പച്ചമാങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വേണം കേട്ടോ. എല്ലാം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഞാനൊരു 2 ഇഞ്ച് കനത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാങ്ങ ഫുൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മീനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി മീനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് പിടിക്കാൻ വെക്കണേ. ശേഷം ഞാനൊരു എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഒരു പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് 2 സൈഡും ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം കുക്കാണ്ട് കേട്ടോ. ഞാൻ 1 മിനിറ്റ് ഒരു സൈഡ്, 1 മിനിറ്റ് മറ്റേ സൈഡുമാണ് ആക്കിയെടുത്ത്. കാരണം ഈ ഫിഷ് തേങ്ങാപ്പാലിരുന്ന് നന്നായി കുക്കായിക്കോളും. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വൃത്തിയുള്ള ഒരു വാഴയില നന്നായി കഴുകി തുടച്ച് ഒന്ന് വാട്ടിയെടുത്ത് നമുക്ക് ചട്ടിയിലേക്ക് വെച്ച് സ്റ്റൗ ഓണാക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ മീൻ വെച്ച് അതിന് മുകളിലേക്ക് ഒരു തേങ്ങാപ്പാൽ, ഈ തേങ്ങാപ്പാൽ മുഴുവനായി ഒഴിച്ച് അതിന് മുകളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇടാം, ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം, തേങ്ങാക്കൊത്തിടാം, കറിവേപ്പില ഇടാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അടച്ച് വെച്ച് നന്നായി തിളക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് അടപ്പൊന്ന് ജസ്റ്റ് തുറന്നിട്ട് ഇളക്കിയിടാം. അതിനിടയിൽ ഞാൻ ചട്ടിയിലേക്ക് ഇലേൻ്റെ സൈഡ് കൂടെ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിപ്പോൾ നന്നായി കുറുകി മീനൊക്കെ നന്നായി വെന്ത് അതിലെ മാങ്ങ, ഇഞ്ചിയും തേങ്ങാക്കൊത്തും എല്ലാം നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് സ്കിപ്പ് ചെയ്യല്ലേ, അത് ഇതിൽ നിന്നും കടിക്കുമ്പോൾ അപാര രുചിയാട്ടോ. ഇതിൻ്റെ രുചിയെപ്പറ്റി എനിക്ക് ശരിക്കും നിർവചിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, ചുറ്റുമുള്ളതൊക്കെ മറക്കുമെന്ന് പറയില്ല, അതുപോലെ. അതുകൊണ്ട് ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. രുചിയെന്ന് പറഞ്ഞാൽ പോരെ, അപാര രുചിയാണ്. ഇഷ്ടമായ ദയവ് ഇത് ലൈക്ക് ചെയ്ത് തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്